പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദത്തിന് വേദിയായി നിയമസഭ. പോലീസ് മർദ്ദനത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കസ്റ്റഡി മർദ്ദനത്തിലെ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ആയുധമാക്കി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു പ്രതിപക്ഷ നീക്കം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് സർക്കാർ പോലീസ് മർദ്ദനങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അടിയന്തരാവസ്ഥക്കാലം മുതൽ ഇങ്ങോട്ടുള്ള UDF കാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തി ഭരണപക്ഷം പ്രതിരോധം തീർത്തു. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയവരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പ്രതിപക്ഷം. അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സംരക്ഷിക്കില്ലെന്ന പ്രഖ്യാപനമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയത്. UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ചർച്ചയാക്കാനായിരുന്നു ഭരണപക്ഷ ശ്രമം. LDF ഭരണകാലത്ത് നടപടിക്ക് വിധേയരായ പോലീസുകാരുടെ എണ്ണം പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിരോധം. നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ അതൃപ്തരായ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ച് കവാടത്തിൽ പ്രതിഷേധിച്ചു. നിയമസഭയിൽ തുടങ്ങിയ സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം. കസ്റ്റഡി മർദ്ദനത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ അലയൊലികൾ നാളെയും സഭയിൽ പ്രകടമാകും. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.